ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷം ഇന്ന് മുഴുവനും ഒരു സെല്ലിംഗ് പ്രഷറായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ കാണാനായിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 171 പോയിൻറ്റ്സിൻ്റെ ഡിക്ലൈനോടുകൂടി 17,752 സെൻസെക്സിൽ ഏകദേശം 586 പോയിൻറ്റ്സിൻ്റെ ഡിക്ലൈനോടുകൂടി 52,553 ബാങ്ക് നിഫ്റ്റിയിൽ 672 പോയിൻറ്റ്സിൻ്റെ ഡിക്ലൈനോടുകൂടി 30,079 ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 2% 1.9% അടുത്തുള്ള ഒരു ഡിക്ലൈനും നിഫ്റ്റിയിൽ ഏകദേശം 1% മുകളിലുള്ള ഒരു ഡിക്ലൈനുമായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ റിയാലിറ്റി ഫാർമ സെക്ടറുകൾ മാത്രമായിരുന്നു ഇന്നൊരു ഗ്രീൻ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സൈഡിൽ നിന്നിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാ സെക്ടറിലും തന്നെ ഡിക്ലൈൻ ആയിരുന്നു. അതിൽ തന്നെ ബാങ്കിങ്, ഫിനാൻഷ്യൽ, തുടർന്ന് മെറ്റൽ, ഓട്ടോ ഈ ഒരു സെക്ടറുകളിലായിരുന്നു ഏറ്റവും കൂടുതൽ ഡിക്ലൈൻ കാണാനായിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റിയിലെ 50 സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 11 സ്റ്റോക്കുകളാണ് ആകപ്പാട് അഡ്വാൻസസിൽ നിന്നത്. ബാക്കി 39 സ്റ്റോക്കുകളും ഡൗണിലേക്കായിരുന്നു ഇന്ന് പോയിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല ഇന്ന് HDFCൻ്റെ ഗ്രൂപ്പ് സ്റ്റോക്കുകൾ എല്ലാം തന്നെ ഒരു ഡിക്ലൈനിലായിരുന്നു പോയത്. കാരണം HDFC ബാങ്കിൻ്റെ ഒക്കെ ഒരു Q1 റിസൾട്ടുകൾ വന്നത് അവരുടെ അസറ്റ് ക്വാളിറ്റിയിലും അവരുടെ ഒരു കൊറോണ ഇമ്പാക്റ്റുകളിലൊക്കെ നല്ല രീതിയിൽ ഇമ്പാക്റ്റുകൾ ഉണ്ടായി എന്നുള്ളൊരു കാരണങ്ങളായിരിക്കണം ഇന്ന് ഈ ഒരു HDFCൻ്റെ ഗ്രൂപ്പ് സ്റ്റോക്കുകളിലൊക്കെ ഒരു ഡിക്ലൈനും കാരണങ്ങളായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി ബ്രോഡർ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിൽ ഏകദേശം 1% ഡിക്ലൈനും സ്മോൾ ക്യാപ്പിൽ 0.22% ഡിക്ലൈനും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇനി നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് നല്ലൊരു ഗ്യാപ് ഡൗൺ സ്റ്റാർട്ടായിരുന്നു കാണാനുണ്ടായിരുന്നത്. രാവിലെ ഏഷ്യൻ മാർക്കറ്റുകൾ അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്യാപ് ഡൗൺ സ്റ്റാർട്ടിനെ തന്നെയായിരുന്നു സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് നല്ലൊരു ഗ്യാപ് ഡൗൺ സ്റ്റാർട്ടിന് ശേഷം പിന്നീട് ഒരു തിരിച്ചുവരവിന് ശ്രമിച്ചുവെങ്കിലും സെല്ലിംഗ് പ്രഷറായിരുന്നു ഇന്ന് കൂടുതലും കാണാനുണ്ടായിരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഹാങ്ങിങ് മാൻ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനെ കുറിച്ച്. അതിനുശേഷം ഇന്നൊരു ഗ്യാപ് ഡൗൺ സ്റ്റാർട്ടാണ് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ട്രെൻഡിനെ ഫോളോ ചെയ്തുകൊണ്ട് ഫോം ചെയ്ത പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഡോജി പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനാണ് ഇപ്പോൾ നിഫ്റ്റിയിൽ നിലനിൽക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ ഒരു റേഞ്ച് 15,600 15,950 ആ ഒരു റേഞ്ചിനുള്ളിലേക്ക് വീണ്ടും മാർക്കറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് നിലനിൽക്കുകയാണെങ്കിൽ വീണ്ടും ഒരു കൺസോളിഡേഷൻ തുടർന്ന് ഒരു അപ്സൈഡിനുള്ള സാധ്യതകൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 15,600 എന്ന് പറഞ്ഞ ഒരു സപ്പോർട്ട് സോൺസ് നമുക്ക് ഇപ്പോൾ നിലനിൽക്കുന്നു. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ 15,450 റേഞ്ചുകളായിരിക്കും അടുത്തൊരു സപ്പോർട്ട് സോൺസ് ആയിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുക. ഇനി ബാങ്ക് നിഫ്റ്റിൻ്റെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും നമുക്കൊരു ഗ്യാപ് ഡൗൺ സ്റ്റാർട്ടായിരുന്നു കാണാനുണ്ടായിരുന്നത്. ഒരു ബിയറിഷ് എൻഗൾഫിംഗ് പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചായിരുന്നു. തുടർന്ന് ഒരു ഗ്യാപ് ഡൗൺ സ്റ്റാർട്ട്, ഒരു ഡോജി പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനാണ് ബാങ്ക് നിഫ്റ്റിയിലും കാണാനുള്ളത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 35,000 എന്നുള്ളൊരു റേഞ്ച് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോൺസ് ആയിട്ട് നിലനിൽക്കുന്നു. അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 34,500 റേഞ്ചുകളാണ് അടുത്തൊരു സപ്പോർട്ട് സോൺസ് ആയിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് നിലനിൽക്കുന്നത്. ഇനി അതുപോലെ തന്നെ മുകളിലേക്കാണ് എങ്കിൽ 35,500 35,800 റേഞ്ചുകൾ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു റെസിസ്റ്റൻസ് സോൺസ് ആയിട്ടും ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസിലേക്ക് വരികയാണെങ്കിൽ US ഫീച്ചേഴ്സ് ഒക്കെ ഇന്നൊരു നെഗറ്റീവ് സൈഡ് ടെറിട്ടറിയിലാണ് ഇതുവരെ കാണാനുള്ളത്. അതുകൊണ്ട് തന്നെ US മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് സൈഡിലുള്ള സാധ്യതകൾ പ്രതീക്ഷിക്കുന്നു. യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ 2% മുകളിൽ ഡിക്ലൈനിലാണ് ഇപ്പോൾ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും എല്ലായിടത്തും ഒരു ഡിക്ലൈൻ കാണുന്നു. SGX നിഫ്റ്റി 32 പോയിൻറ്റ്സ് ഡൗണിൽ ട്രേഡ് ആവുന്നു. ഗോൾഡിൻ്റെ പ്രൈസിൽ ഒരു വർധനവ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ രൂപയുടെ മൂല്യത്തിൽ വീണ്ടും ഡോളറിന് അഗെയിൻസ്റ്റായിട്ട് നല്ലൊരു ഇടിവുകൾ വന്നിരിക്കുന്നു. 31 പൈസ ഇടിഞ്ഞ് 74.87 ട്രേഡ് എൻഡ് ആയിട്ടുള്ളത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് ഇന്ന് നല്ലൊരു വിത്ഡ്രോവൽ 2,198 കോടിയുടെ നെറ്റ് വിത്ഡ്രോവലാണ് ക്യാഷ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് 1,047 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റും ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടർച്ചയായിട്ടുള്ള വിത്ഡ്രോവലാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. അപ്പോൾ ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ കൂടെ ഏകദേശം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 8,000-9,000 കോടിക്കടുത്തുള്ള നെറ്റ് വിത്ഡ്രോവൽ ഈ ഒരു മാസം ഇതുവരെ കാണുന്നു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്ന്. രൂപയും നമുക്ക് സപ്പോർട്ടീവായിട്ട് കാണുന്നില്ല. ഗ്ലോബൽ മാർക്കറ്റുകളുടെ ട്രെൻഡും അത്ര സപ്പോർട്ടീവായിട്ടല്ല ഇപ്പോൾ നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും രാവിലെ SGX നിഫ്റ്റി ഒന്ന് ട്രാക്ക് ചെയ്യുക. അതിനെ ബേസ് ചെയ്ത് നമുക്കൊരു ഓപ്പണിംഗ് പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും നമ്മൾ വരും ദിവസങ്ങളിലൊന്ന് മാർക്കറ്റിനൊന്ന് കോഷ്യസ് ആയിട്ട് വാച്ച് ചെയ്യുന്നതായിരിക്കും. കാരണം നമുക്കിപ്പോൾ ട്രെൻഡ് ഈ ഒരു റേഞ്ചിനുള്ളിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ 15,600 എന്നുള്ളൊരു റേഞ്ചിന് ഉള്ളിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അപ്സൈഡ് നമ്മളുടെ സാധ്യതകൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ഒരു ലെവലുകൾ നിഫ്റ്റിയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്ന് തീർച്ചയായിട്ടും ട്രാക്ക് ചെയ്യുക. അപ്പോൾ അതുപോലെ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ട്രെൻഡും പ്രത്യേകിച്ചും ഇപ്പോൾ കൊറോണയുടെ സെക്കൻഡ് വേവുകൾ ഡെൽറ്റ വേരിയൻറ്റിൻ്റെ ഒക്കെ ഒരു വർധനവുകളൊക്കെ ഒരു സീരിയസ് ഡിസ്കഷനിലേക്ക് വരുന്നുണ്ട്. അതുമാത്രമല്ല ഇപ്പോൾ നമുക്ക് റിസൾട്ട് സ്പെസിഫിക് ആയിട്ടുള്ള മൂവുകൾ പല സ്റ്റോക്കുകളിലും കാണുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു ഡാറ്റകളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. ഇനി സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം പറയാനായിട്ടുള്ളത് ഡാബർ NTPC ഈ ഒരു 2 സ്റ്റോക്കുകളിലൊരു ബുള്ളിഷ് മൂവുകൾ കാണുന്നുണ്ട്.
തീർച്ചയായിട്ടും ആ ഒരു സ്റ്റോക്കുകൾ നിങ്ങളുടെ അനാലിസിസിലേക്ക് വിട്ടു തരുന്നു. അതുപോലെ തന്നെ BEL ഭാരത് ഇലക്ട്രോണിക്സിൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും പ്രീവിയസ് ഹൈയുടെ അടുത്താണ് ട്രേഡ് എൻഡ് ആയിരിക്കുന്നത്. ഒരു ബ്രേക്ക് ഔട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ 187 മുകളിലേക്കൊക്കെ ഒരു ബ്രേക്ക് ഔട്ടുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ BEL വീണ്ടും ഒരു പോസിബിലിറ്റി നിലനിൽക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇതിനു മുമ്പ് കഴിഞ്ഞ ദിവസം സംസാരിച്ച സ്റ്റോക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ബയോകോൺ വീണ്ടും ഒരു ബുള്ളിഷ് സിഗ്നലാണ്, ഒരു ചെറിയൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഒരു 415 416 മുകളിലേക്ക് ഒരു ബ്രേക്ക് ഔട്ടുകൾ വന്നു കഴിഞ്ഞാൽ ബയോകോണിനെ വീണ്ടും കൺസിഡർ ചെയ്യാം. സൺഫാർമയിലും ഒരു ഗ്യാപ് ഡൗൺ സ്റ്റാർട്ട് ആയിരുന്നുവെങ്കിലും വീണ്ടും ഒരു ബുള്ളിഷ് ബെൽറ്റ് ഹോൾഡ് പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ബുള്ളിഷ് ട്രെൻഡ് തുടരാനുള്ള സാധ്യതകൾ നമുക്ക് സൺഫാർമയിലും പ്രതീക്ഷിക്കാം. ഏകദേശം 692 മുകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരു പോസിബിലിറ്റി സൺഫാർമയിൽ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ നാഷണൽ അലുമിനിയം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ബ്രേക്ക് ഔട്ടുകൾ വന്നു എന്നുള്ളത് തുടർന്ന് വീണ്ടും ചെറിയൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഇന്ന് നാഷണൽ അലുമിനിയത്തിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹയർ റേഞ്ചിലേക്ക് പോയപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട്. എന്നിരുന്നാലും വരും ദിവസങ്ങളിലൊന്ന് നിങ്ങളുടെ ട്രാക്കിങ്ങിൽ വെക്കുന്നത് നല്ലതായിരിക്കും ഈ ഒരു സ്റ്റോക്ക്. ഇനി DLFൻ്റെ സ്റ്റോക്കിലും ചെറിയൊരു ബുള്ളിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെയും വരും ദിവസങ്ങളൊന്ന് ട്രാക്ക് ചെയ്യാം. നാളെ ഇനി അഥവാ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഫേവറബിൾ അല്ല, ഡിക്ലൈനിലേക്കാണ് പോകുന്നതെങ്കിൽ ഒരു സെല്ലിംഗ് സൈഡിലേക്ക് നമുക്ക് ഈ ഒരു സ്റ്റോക്കുകളെ കൺസിഡർ ചെയ്യാമെന്ന് തോന്നുന്നു കണ്ടിട്ട്. LIC ഹൗസിംഗ് ഫിനാൻസ്, അതുപോലെ തന്നെ ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസ്, പിന്നെ അതുപോലെ തന്നെ BHEL ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്. ഈ ഒരു സ്റ്റോക്കുകളൊക്കെ നാളെ മാർക്കറ്റ് റിവേഴ്സലിലേക്കാണ്, ട്രെൻഡ് റിവേഴ്സൽ ഡൗണിലേക്കാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഈ ഒരു സ്റ്റോക്കുകളെ നമുക്ക് കൺസിഡർ ചെയ്യുക. ഇന്നത്തെ ക്യാൻഡിലിൻ്റെ ലോ, ഈ ഒരു 3 സ്റ്റോക്കുകളും ഇന്നത്തെ ക്യാൻഡിലിൻ്റെ ലോയിൽ നിന്നുള്ള ബ്രേക്ക് ഔട്ടുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയൊരു സെൽ ബൈ എന്നുള്ള രീതിയിലേക്ക് ഒരു ട്രേഡിങ്ങിലേക്ക് ഈ ഒരു സ്റ്റോക്കുകളെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ L&Tയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൺസ്ട്രക്ഷൻ വിങ്ങിന് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്നും അതുപോലെ തന്നെ ഓവർസീസിൽ നിന്നും ഏകദേശം 1000 കോടി മുതൽ 2500 കോടിക്കുള്ളിൽ വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ, സിഗ്നിഫിക്കൻ്റ് ഓർഡർ എന്നാണ് അവർ വിശേഷിപ്പിച്ചത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഓർഡറുകൾ വിൻ ചെയ്തതായിട്ട് അവരുടെ അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ടാറ്റ പവറും ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഇവർ രണ്ടുപേരും ഒരു ജോയിൻറ്റ് വെഞ്ചർ, ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് പ്രധാനപ്പെട്ട സിറ്റികളിലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഹൈവേകളിലും ഉള്ള ഇവരുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ ടാറ്റ പവർ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജിങ് യൂണിറ്റ് സ്ഥാപിക്കുന്നതിനുള്ളൊരു ജോയിൻറ്റ് വെഞ്ചറിലേക്കാണ് ഇവർ വന്നിരിക്കുന്നത്. തുടർന്ന് ഈ 2 സ്റ്റോക്കുകൾക്കും ഒരു പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകളായിരുന്നു കാണാനുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടൊരു വാർത്തയായിരുന്നു ജസ്റ്റ് ഡയലിൽ റിലയൻസ് ഒരു സ്റ്റേക്ക് അക്വിസിഷന് പോകുന്നു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കൺഫേം ആയിട്ടുള്ള ഏകദേശം ഒരു ന്യൂസ് റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നു. ഏകദേശം 40.95%, 41% അടുത്തുള്ളൊരു സ്റ്റേക്ക് അവർ അക്വയർ ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ന്യൂസാണ് പുറത്തുവിട്ടത്. ഏകദേശം 3497 കോടി ട്രാൻസാക്ഷൻ വഴിയായിട്ടാണ് ഈ ഒരു അക്വിസിഷൻ നടത്തുന്നതെന്ന് അവരുടെ അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. ഇനി അതേപോലെ തന്നെ Q1 റിസൾട്ടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ HDFC ലൈഫ് ഇൻഷുറൻസിൻ്റെ Q1 റിസൾട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇൻഷുറൻസ് ക്ലെയിമിലുള്ള വർധനവുകൾ കാരണം അവരുടെ നെറ്റ് പ്രോഫിറ്റിൽ 33% ഇടിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇയർ ഓൺ ഇയറിൽ 302 കോടി നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയിട്ട് കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഇൻഷുറൻസ് ക്ലെയിമിലുള്ള വർധനവുകളാണ് ഈ ഒരു പ്രോഫിറ്റിന് ഒരു ഡിക്ലൈനുള്ള കാരണങ്ങളായിട്ട് അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ HCLൻ്റെ Q1 റിസൾട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റിൽ 10% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ അവർക്കുണ്ടായിരിക്കുന്നത്. 3214 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് കാണിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ക്വാർട്ടറിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഏകദേശം 8.5% വർധനവാണ് അവർക്കുണ്ടായിരിക്കുന്നത്. റവന്യൂവിൽ ഏകദേശം 12.5% വർധനവ് കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിനെ അപേക്ഷിച്ച് അവർക്കുണ്ടായിരിക്കുന്നു. 20,068 കോടി റവന്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നു. അതുമാത്രമല്ല 6 രൂപ പെർ ഷെയറിൽ അവരൊരു ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിന് ഇതൊരു പോസിറ്റീവ് ന്യൂസായിട്ട് നമുക്ക് നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇവർ മിക്ക അനലിസ്റ്റുകളും പ്രഡിക്റ്റ് ചെയ്ത ഒരു റിസൾട്ടിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നൊരു ലൈനും ഒരു സ്റ്റേറ്റ്മെൻറ്റും ആ ഒരു ആർട്ടിക്കിളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഒരു ഭേദപ്പെട്ട റിസൾട്ടാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് കാണാനുള്ളത്. ഇനി സ്വരാജ് എഞ്ചിൻ്റെ Q1 റിസൾട്ടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ 33 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം ജൂൺ ക്വാർട്ടറിൽ അവർക്ക് 3.8 കോടിയായിരുന്നു നെറ്റ് പ്രോഫിറ്റായിട്ട് നിന്നത്. ഇനി അതുപോലെ തന്നെ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും 314 കോടി റവന്യൂ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ വർഷം ജൂൺ ക്വാർട്ടറിൽ അവർക്ക് 117 കോടിയായിരുന്നു നിലനിന്നത്. PSP പ്രൊജക്റ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് 25 കോടിക്ക് അടുത്ത് നെറ്റ് പ്രോഫിറ്റായിട്ട് കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം ജൂൺ ക്വാർട്ടറിൽ അവർക്ക് 3.4 കോടിയുടെ നെറ്റ് ലോസ് ആയിരുന്നു നിലനിന്നത്. റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നല്ല വർധനവുണ്ടായിട്ടുണ്ട്. 317 കോടി റവന്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം ജൂൺ ക്വാർട്ടറിൽ അവർക്ക് 106 കോടിയായിരുന്നു റവന്യൂ ആയിട്ട് നിലനിന്നത്.
ഇനി അതുപോലെ മംഗളം സിമൻസിൻ്റെ ഒക്കെ സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം നല്ലൊരു Q1 റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് മംഗളം സിമൻസിൻ്റെ ഒക്കെ സ്റ്റോക്കിൽ നിന്ന് നല്ലൊരു റൈസുകൾ വീണ്ടും കാണാനുണ്ടായിരുന്നു. ഏകദേശം 6%, 7% ഒരു റൈസുകൾ ഈ ഒരു സ്റ്റോക്കിലും കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി അദാനി ഗ്രൂപ്പ് സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു വന്ന അപ്ഡേറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ സെക്യൂരിറ്റി രജിസ്ട്രാർസ്, സെക്യൂരിറ്റി റെഗുലേറ്റേഴ്സും അതേപോലെ തന്നെ കസ്റ്റംസ് അതോറിറ്റിയൊക്കെ ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചിരിക്കുന്നു എന്നൊരു അപ്ഡേറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കുറച്ച് കമ്പനികളിൽ ഒരു നോൺ കംപ്ലയൻസ് നിയമങ്ങൾ റൂൾസിലൊക്കെ ചെറിയൊരു നോൺ കംപ്ലയൻസ് കണ്ടു എന്നുള്ളൊരു കാരണം കാണിച്ചുകൊണ്ട് ഇവരുടെ ഒരു കുറച്ച് കമ്പനികളിലൊക്കെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു എന്നുള്ളൊരു അപ്ഡേറ്റുകൾ വന്നത് ഈ ഒരു സ്റ്റോക്കിന്, ഈ ഒരു ഗ്രൂപ്പ് കമ്പനിയിലെ കുറച്ച് സ്റ്റോക്കുകൾക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റുകളായിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റോക്കുകളെല്ലാം തന്നെ അദാനി ഗ്രൂപ്പിലെ സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നൊരു ഡിക്ലൈനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇനി വോഡാഫോൺ ഐഡിയയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുഡ് ന്യൂസ് ആയിട്ട് പറയാനുള്ളത് HDFC, AMC അതുപോലെ തന്നെ ബിർള മ്യൂച്വൽ ഫണ്ട്സ് ഇവർ രണ്ടുപേരും അവരുടെ സ്റ്റേക്ക് വീണ്ടും അക്വയർ ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ് വോഡാഫോൺ ഐഡിയയിൽ. തുടർന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 4% ഒരു റൈസുകൾ ഇന്ന് വോഡാഫോൺ ഐഡിയയിലെ സ്റ്റോക്കുകളിൽ കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് വോഡാഫോൺ ഐഡിയയ്ക്ക് ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് നിലനിൽക്കുന്നു. ഇനി IPOയുടെ ഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തത്വ ചിന്തൻ IPO ഇന്ന് Day 2 ആയിരുന്നു. Day 2-ൽ 15 മടങ്ങിൻ്റെ സബ്സ്ക്രിപ്ഷനാണ് അവർക്ക് നടന്നിരിക്കുന്നത്. നല്ലൊരു റെസ്പോൺസ്, വളരെ നല്ലൊരു റെസ്പോൺസാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നാളെയാണ് ഈ ഒരു IPO സബ്സ്ക്രിപ്ഷൻ വിൻഡോ ക്ലോസ് ആവുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാളെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇന്ന് 2 IPO ലിസ്റ്റ് ചെയ്യപ്പെട്ടു. ഏറെ ഫോക്കസിൽ നിന്ന 2 IPOകളാണ് Infraprojectsൻ്റെ IPO. 105% പ്രീമിയത്തിലാണ് ലിസ്റ്റ് ചെയ്തത്. അപ്പം 837 രൂപയായിരുന്നു ഇഷ്യൂ പ്രൈസ് എങ്കിൽ 1715 രൂപയിലായിരുന്നു ഇന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ക്ലീൻ സയൻസിൻ്റെ IPO നോക്കിക്കഴിഞ്ഞാൽ അവിടെയും 98% പ്രീമിയത്തിലാണ് ഇന്ന് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. 900 രൂപയായിരുന്നു ഇഷ്യൂ പ്രൈസ് എങ്കിൽ 1784 രൂപയിലാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റുകൾ കിട്ടിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അപ്പോൾ തത്വചിന്തൻ IPO നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അനലൈസ് ചെയ്ത് നാളെയും കൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ട് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ന്യൂസുകളും സ്റ്റോക്കുകളും നിങ്ങളുടെ അനാലിസിസിനായിട്ട് മാത്രം ഉപയോഗിക്കുക. പുതിയ അപ്ഡേറ്റ്സൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.